ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസി. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാസങ്ങളോളം കേടുകൂടാതെ സൂക്ഷിച്ച് വയ്ക്കാവുന്ന തേങ്ങ കൊണ്ടുള്ള നാടൻ ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ചോറിൻ്റെ കൂടെയും ദോശ, ഇഡ്ഡലി ഇതിൻ്റെ കൂടെ എല്ലാം നമുക്ക് ഈ ചമ്മന്തിപ്പൊടി കഴിക്കാവുന്നതാണ്. അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള ഈ ചമ്മന്തിപ്പൊടി പെട്ടെന്ന് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. നല്ല വിളഞ്ഞ തേങ്ങ വേണം ചമ്മന്തിപ്പൊടി തയ്യാറാക്കാനാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി ഇത് എല്ലാം ഒരുപോലെ ചെറിയ ഗ്രാന്യൂൾസ് ആയിട്ട് വേണം തേങ്ങ ചിരവിയെടുക്കാൻ. വലിയ കഷ്ണങ്ങളൊന്നും ഇതിൽ ഉണ്ടാകാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഇതിൻ്റെ കൂടെ ഞാനൊരു 10 ചുവന്നുള്ളിയും അതുപോലെ 10 എരിവുള്ള വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി, കുരു കളഞ്ഞ പുളി, അതുപോലെ 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെയാണ് ഇപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. ഇനി നല്ല ചുവട് കട്ടിയുള്ള ഒരു പാനിലേക്ക് നമുക്ക് ആ അരിഞ്ഞെടുത്ത ഇഞ്ചിയും അരിഞ്ഞ ചുവന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് അത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലുള്ള ആ വെള്ളത്തിൻ്റെ അംശം, ഈർപ്പമൊക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടിയാണ് ആദ്യം തന്നെ ഇഞ്ചിയും ചുവന്നുള്ളിയും നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് നമ്മൾ ചിരവിയ വെച്ചില്ല ആ തേങ്ങ കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഒരേ ലെവലിൽ, മീഡിയത്തിലാണെങ്കിൽ ആ മീഡിയത്തിൽ തന്നെ ഇട്ടിട്ട് വേണം നമ്മൾ തേങ്ങ വറുത്തെടുക്കാൻ. അല്ലെങ്കിൽ ഫ്ലെയിം മാറിക്കഴിഞ്ഞാൽ തേങ്ങയുടെ ആ റോസ്റ്റിങ്ങിൽ അളവിൽ വ്യത്യാസം വരും. അപ്പോൾ കരിഞ്ഞു പോകാതെ എല്ലാ ഭാഗവും ഒരുപോലെ റോസ്റ്റായിട്ട് വരുന്നതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഒരേപോലെ നിലനിർത്തണം. ഇനി അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചില്ല 10 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം, നിർത്താതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇനി കുരുമുളകാണ് ചേർത്ത് കൊടുത്തത്. 1 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇനി കറിവേപ്പില, നല്ല ഫ്രഷ് കറിവേപ്പില 1 പിടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്ന നാരകത്തിൻ്റെ ഇല, അതിന് ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. താല്പര്യമില്ലാത്തവർ അത് ചേർക്കണ്ട. ചെറിയ പീസസ് ആക്കിയിട്ട് ഒരു നാരകത്തിൻ്റെ ഇലയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നമുക്ക് ഫ്ലെയിമിൽ ഇട്ട് ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം. തേങ്ങയുടെ എല്ലാ ഭാഗവും ഒരുപോലെ റോസ്റ്റായി വരുന്നതിന് വേണ്ടിയിട്ട് ഫ്ലെയിം നമുക്ക് ആ പാത്രത്തിൻ്റെ അടിയിൽ തന്നെ കൺസിസ്റ്റൻ്റായിട്ട് നിലനിർത്താൻ ശ്രദ്ധിക്കണം. ഇനി ഇതുപോലെ ബ്രൗൺ കളറായി വന്നാൽ നമുക്ക് ആ പുളി ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി അതിൽ നേരെ ഫ്ലെയിമിൽ വെക്കേണ്ട. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഫ്ലെയിം ഓഫാക്കിയ ശേഷമാണ് ഞാനിവിടെ കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ കായപ്പൊടി മാത്രമേ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തുള്ളൂ. ഇനി എല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്ത ശേഷം, ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് തണുക്കാനായിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഈ സമയത്താണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. ആദ്യത്തെ ബൗളിലാണ് ഉപ്പ് ചേർത്ത് കൊടുത്തത്. അടുത്ത ബൗളിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. അത്രയും ഉപ്പ് മാത്രമേ ഇതിന് ആവശ്യമായിട്ടുള്ളൂ. ഇനി ഇത് ഒന്നിച്ച് ഹൈ സ്പീഡിൽ ഇട്ട് കൊടുക്കരുത്. പൾസ് ചെയ്ത് ഒരു 3-4 പ്രാവശ്യം പൾസ് ചെയ്തിട്ട് വേണം നമ്മൾ ചമ്മന്തി പൊടിച്ചെടുക്കാൻ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി പൊടിയാണ് ഇത്. നിങ്ങൾക്ക് എയർ കയറാത്ത കണ്ടെയ്നറുകളിൽ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. ചോറിൻ്റെ കൂടെ, ദോശ, ഇഡ്ഡലിയുടെ കൂടെ എല്ലാം ഇത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.